ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം. എന്നാൽ എനിക്കതിൽ അത്ഭുതമില്ല. അതായത് ഇങ്ങനെ ഒരു വിധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നത് താൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ്. 2020 അവസാനം ചില അന്യായമായ നീക്കങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അപ്പോഴാണ് വിഷ്ണു പറയുന്നത് പോലെ കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തു എന്ന രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നു. അത് പ്രോസിക്യൂഷനും മനസ്സിലായിരുന്നു. ഒപ്പം 2 പ്രോസിക്യൂട്ടർമാർ എങ്ങനെയാണ് ഈ കാര്യത്തിൽ തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞത്, നീതി ലഭിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പിന്നീട് നടത്തിയിട്ടുള്ള കോടതിക്കെതിരെ തന്നെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് തനിക്ക് ഈ വിധിയിൽ അത്ഭുതമില്ല എന്ന് പറയുന്നു. അനുജ, പലർക്കും ഈ വിധിയുമായി ബന്ധപ്പെട്ട് അത്ഭുതങ്ങൾ ഉണ്ടാകും. കാരണം ദിലീപിനെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട് പല കോണിൽ നിന്ന് വലിയ ഞെട്ടലും വലിയ അമർഷവും ഒക്കെ ഉയർന്നെങ്കിലും ഈ ആക്രമിക്കപ്പെട്ട നടി പറയുന്നത് തനിക്കതിൽ അത്ഭുതമില്ല, താൻ ഇത് പ്രതീക്ഷിച്ചതാണ്. കാരണം ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് പ്രോസിക്യൂട്ടർമാർ അടക്കം തന്നോട് മാറി മാറി പറഞ്ഞിട്ടുണ്ട്. പ്രോസിക്യൂട്ടർമാരോട് ശത്രുതാ മനോഭാവത്തിലാണ് കോടതി പെരുമാറിയതെന്ന് പ്രോസിക്യൂട്ടർമാർ തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിജീവിത തന്നെ നേരിട്ട് കോടതിക്കെതിരെ പലതവണ രംഗത്തെത്തി ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഓപ്പൺ കോർട്ടിലേക്ക് ഇതിന്റെ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ഒഴിവാക്കി അത് ഓപ്പൺ കോർട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടെങ്കിലും ആ ആവശ്യം പോലും നിരാകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ പശ്ചാത്തലത്തിലാണ് അവർ അതിനോടൊപ്പം ചേർത്ത് വെച്ചാണ് അവർ പറയുന്നത് കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്ത രീതിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുന്നുവെന്ന്. സ്വാഭാവികമായത് 8ാം പ്രതി ദിലീപിന്റെ കാര്യത്തിലേക്ക്, കുറ്റവിമുക്തനായ 8ാം പ്രതിയായിരുന്ന ദിലീപിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അക്കാര്യം അവർ വ്യക്തമാക്കുന്നത്. അങ്ങനെ അവരെ സംബന്ധിച്ച് ഇതവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്നും അതോടൊപ്പം തന്നെ ഈ 8ാം പ്രതിയെ ശിക്ഷിക്കില്ല എന്നുള്ള കാര്യങ്ങൾ അത് അവർക്ക് വലിയ അത്ഭുതം ഉണ്ടാക്കിയിട്ടില്ല എന്നവർ പറയുന്നു. പ്രോസിക്യൂട്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഉണ്ടായിരിക്കുന്ന വിധി അത് ഞങ്ങളെ സംബന്ധിച്ചൊരു പാസ്പോർട്ടാണ് മേൽക്കോടതിയിലേക്കുള്ളത്. ഈ അതിജീവിതയും അങ്ങനെ തന്നെ കരുതുകയാണ്. തങ്ങൾക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു പാസ്പോർട്ടാണിത്. മേൽക്കോടതിയിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ, അവരുടെ അനുമാനങ്ങൾ, അവരുടെ അന്വേഷണ സംഘത്തിന്റെ തിരിച്ചറിവുകളൊക്കെ മേൽക്കോടതി അംഗീകരിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴും അവർ വെച്ചു പുലർത്തുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഈ 7.5 വർഷത്തെ നിയമ പോരാട്ടം കോടതിയിൽ നിന്ന് പൂർണ്ണമായും, വിചാരണ കോടതിയിൽ നിന്ന് പൂർണ്ണമായും നീതി ലഭിച്ചില്ല എങ്കിൽ പോലും പോരാട്ടം അവിടെ അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകുന്നില്ല. വളരെ കരുത്തോടുകൂടി ആർജവത്തോടുകൂടി അവർ മുന്നോട്ട് പോവുകയാണ്. അത് ഹൈക്കോടതിയും കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ പോകേണ്ട വന്നാൽ പോലും അവർ ആ പോരാട്ടം തുടരുമെന്ന് അടിവരയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അനുജ, അതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലതവണ ഹൈക്കോടതിയെ, സുപ്രീം കോടതിയെ ഒക്കെ സമീപിച്ചതാണ്. പക്ഷേ ഈ ജഡ്ജിൽ നിന്ന് കേസ് മാറ്റണമെന്നുള്ള എല്ലാ ഹർജികളും നിഷേധിക്കപ്പെടുകയായിരുന്നു എന്നൊക്കെ അതിജീവിത ചൂണ്ടിക്കാണിക്കുകയാണ്. ഏതായാലും ഈ കോടതിയിൽ തനിക്ക് വിശ്വാസമില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒരിക്കൽ കൂടി അതിന് തെളിവായി വന്ന വിധിന്യായമാണ് എന്ന് അതിജീവിത പറയുകയാണ്. ഏതായാലും തുടർ പോരാട്ടങ്ങൾ ഉണ്ടാകും എന്നതിന്റെ സൂചനയായി തന്നെയാണ് ഇനിയും ഉയർന്ന ന്യായാധിപന്മാരുണ്ട്, അവരിൽ പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ വന്ന വിധിയിൽ തനിക്ക് അത്ഭുതമില്ല. കാരണം ഇത് നേരത്തെ തന്നെ കോടതിയിൽ അനുഭവിച്ചതാണ്. ഇതിനെതിരെ താൻ നിയമ പോരാട്ടത്തിലേക്ക് പോയതാണ്. പക്ഷേ അവിടെ നീതി നിഷേധിക്കപ്പെടുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന അതിജീവിതയുടെ വിശദമായ പ്രതികരണം. അതിന്റെ വിശദാംശങ്ങളാണ് വിഷ്ണു സുരേഷ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.